അപ്പോൾ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ ക്ലാസ് ലേബൽസ് ആയിരിക്കും പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. റിഗ്രഷൻ ആണെങ്കിൽ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും ലീഫ് നോഡിൽ പ്രിഡിക്ഷൻ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഡോഗ് ആണോ എലിഫന്റ് ആണോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യണം. ഒരു ഗ്രൂപ്പ് ഓഫ് ഡോഗിന്റെയും എലിഫന്റിന്റെയും ഇമേജസിൽ നിന്ന് നമുക്ക് ഡോഗ് ആണോ എലിഫന്റ് ആണോ പുതുതായിട്ട് നമ്മൾ കൊടുത്ത ഇമേജ് എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഇമേജ് ഈ ഒരു ഡിസിഷൻ ട്രീയിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം ഏതെങ്കിലും ഒരു ഫീച്ചറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് സ്പ്ലിറ്റ് ചെയ്യും, ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള കണ്ടീഷൻ ഈസ് ഇറ്റ് അലൈവ് ഓർ നോട്ട്, ജീവനുള്ളവയാണോ അല്ലയോ. അപ്പോൾ ഇവിടെ യെസ് ആണ്, ജീവനുള്ളവയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബ്രാഞ്ചാണ് ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്കം ബേസ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ജീവനുള്ളവയും അല്ലാത്തവയും തമ്മിലൊരു സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ജീവനുള്ളവയാണ് നമുക്കിപ്പോൾ സബ്സെറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ആ ഒരു പാത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബിക്കോസ് യെസ് ആണ് നമ്മൾ കൊടുത്ത ഒരു ഇമേജിനെ ബേസ് ചെയ്ത് യെസ് ആണ് നമ്മുടെ ഔട്ട്കം. നമ്മൾ ജീവനുള്ളവയുടെ ഒരു സബ്സെറ്റ് നമുക്ക് കിട്ടി, അവിടെ ഒരു സ്പ്ലിറ്റിംഗ് കിട്ടി. ഇനി നമ്മൾ എഗെയിൻ ഈ ജീവനുള്ളവ എന്ന സബ്സെറ്റിനെ എഗെയിൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഡസ് ഇറ്റ് ഫ്ലൈ, പറക്കുന്നതാണോ അല്ലാത്തതാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ പറന്നു നടക്കുന്നവയെ വേറൊരു രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുകയും അല്ലാത്തവയെ വേറൊരു ഗ്രൂപ്പിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പൊ നമുക്ക് പറന്നു നടക്കുന്നവയാണോ എന്ന് വെച്ചാൽ അല്ല അല്ലേ, അല്ല. അപ്പൊ നമ്മൾ അല്ല എന്നുള്ള പാത്തിലേക്കാണ് അവിടെ വരിക. ആയിരുന്നെങ്കിൽ എസ് എന്നുള്ള കണ്ടീഷനിലേക്ക് പോയേനെ. അപ്പോൾ ഒരു പറന്നു നടക്കുന്നവ എന്ന ഒരു സെറ്റിനെയാണ് പിന്നെ ഫർദർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഇവിടെ അല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പറക്കുന്നവയെ സെപ്പറേറ്റ് ചെയ്യുകയും ബാക്കിയുള്ളവനെ വേറൊരു ഗ്രൂപ്പാക്കി ആ ഒരു സബ്സെറ്റിലേക്ക് നമ്മൾ പോവാണ്, ട്രാവൽ ചെയ്യുകയാണ്. ആ ഒരു ബ്രാഞ്ചിലേക്കാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ദെൻ നമ്മൾ എഗെയിൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഡസ് ഇറ്റ് ഹാവ് എ ട്രങ്ക്, ട്രങ്ക് ഉണ്ടോ ഇല്ല. അപ്പം നമുക്ക് ആനേനെയാണ് പ്രിഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പം ട്രങ്ക് ഉണ്ടോ എന്ന ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഡാറ്റ സെറ്റിൽ. അപ്പോൾ ട്രങ്ക് ഇല്ലാത്തവയെല്ലാം ഒരു സൈഡിലേക്കും ട്രങ്ക് ഉള്ളതിനെല്ലാം ഒരു സൈഡിലേക്കും. അപ്പം എന്തായാലും എലിഫന്റ് മാത്രമായിരിക്കും അവിടെ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഡസ് ഇറ്റ് ഹാവ് എ ട്രങ്ക്. അപ്പോൾ നമ്മുടെ ആൻസർ യെസ് എന്നാണെങ്കിൽ എലിഫന്റിനെ ആയിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഡോഗിന്റെ ഇമേജ് ആണ് പാസ് ചെയ്തതെങ്കിൽ നമ്മൾ യെസിലേക്കല്ല പോവുക, ബ്രാഞ്ച് നോ എന്ന ലീഫ് നോഡിലേക്ക് വന്നിട്ട് ആ ഒരു ഡോഗ് എന്ന മൃഗത്തിനെ എന്ത് ചെയ്യും, പ്രിഡിക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ലീഫ് നോഡ് എന്ന് പറയുന്നത് ഡോഗാണ്. ബിക്കോസ് ഡോഗിനെയാണ് നമ്മൾ പാസ് ചെയ്തതെങ്കിൽ ലീഫ് നോഡ് ഡോഗാണ്. എലിഫന്റിനെയാണ് പാസ് ചെയ്തതെങ്കിൽ യെസ് എന്ന കാറ്റഗറിയിലേക്ക് പോകും. പിന്നെ ഫർദർ സ്പ്ലിറ്റിംഗ് ഇല്ല, ഇവിടെ ഫർദർ സ്പ്ലിറ്റിംഗ് ഇല്ല. കാരണം നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെയാണ് പാസ് ചെയ്തതെങ്കിൽ. പിന്നെ നമ്മൾ നേരത്തെ ഒരു സെറ്റ് ഓഫ് ആനിമൽസിനെ എടുത്തെങ്കിൽ ജീവനില്ലാത്തവയും ഉള്ളവയും തമ്മിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഓൾറെഡി അല്ലേ. അപ്പോൾ അങ്ങനെ മാറ്റണമെങ്കിൽ ജീവനില്ലാത്തവയും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നിരിക്കണം ആനിമൽ സെറ്റിൽ അല്ലേ. ജീവനുള്ളവയാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ജീവനില്ലാത്തവ ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ പിന്നെ ഫ്ലൈ ചെയ്യുന്നവരുണ്ടായിരുന്നെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഫ്ലൈ ചെയ്യാത്ത ആളുകളിലേക്കാണ് പിന്നെ ആ ഒരു ഡിസിഷൻ ട്രീ അൽഗോരിതം വർക്ക് ചെയ്ത് പിന്നെ ആ ഒരു സബ്സെറ്റിലായിരിക്കും. അപ്പം ബാക്കിയുള്ളതിനെ ഇഗ്നോർ ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ. ഓക്കെ. ഡസ് ഇറ്റ് ഹാവ് ട്രങ്ക് എന്ന് ചോദിക്കുമ്പോൾ ട്രങ്ക് ഉള്ളവയും ഇല്ലാത്തവയും നമ്മൾ മാറ്റി. ഇതിൽ ഡോഗും എലിഫന്റും മാത്രമാണ് നമ്മൾ പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു സ്പ്ലിറ്റിംഗ് ഫർദർ സ്പ്ലിറ്റിംഗ് കൂടി ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഇല്ലെങ്കിൽ നമുക്കത് ഡോഗ് ഓർ എലിഫന്റ് എന്ന് ഈസി ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. ഓക്കെ. അങ്ങനെ ഇനിയും കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു, ലീഫ് നോഡിലേക്ക് എത്തുന്നു. ഓക്കെ. അപ്പോൾ ബ്രാഞ്ച് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പോസിബിൾ ആൻസേഴ്സ് ടു ഈച്ച് ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ. ഈച്ച് ക്വസ്റ്റ്യൻ അതായത് നോഡ് ഡാറ്റയെ സബ്സെറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അതിന്റെ ആൻസറിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ലീഫ് നോഡാണ് ഇവിടെ ഫൈനൽ നോഡ് എന്ന് പറയുന്നത്, ഫൈനൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത്.